നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമായില്ല. പ്ലാന്റിലേക്ക് ഓക്സിജനുമായി വാഹനമെത്താൻ ആവശ്യമായ റോഡ് നിർമ്മിക്കാത്തതാണ് പ്ലാന്റിന്റെ പ്രവർത്തനം മുടങ്ങാൻ കാരണം. 10,000 ലിറ്റർ ഓക്സിജനുമായി എത്തിയ വാഹനം മുൻപ് തിരികെ പോകേണ്ടി വന്നത് വലിയ വിവാദമായിരുന്നു. 2 കോടി രൂപ മുടക്കിയ പ്ലാന്റിന്റെ നിർമ്മാണ കമ്പനിയുടെ കരാർ വ്യവസ്ഥകളും അടുത്ത മാസത്തോടെ അവസാനിക്കും. 2 കോടിയിലധികം രൂപ മുടക്കി ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിലേക്ക് ഓക്സിജൻ എത്തിക്കുവാൻ സൗകര്യപ്രദമായ റോഡ് വേണം. പ്ലാന്റ് പൂർത്തിയായ ശേഷം 10,000 ലിറ്റർ ഓക്സിജനുമായി ബുള്ളറ്റ് ടാങ്കർ എത്തിയെങ്കിലും മെഡിക്കൽ കോളേജിന്റെയോ പ്ലാന്റിന്റെയോ സമീപത്തേക്കോ എത്താൻ കഴിയാതെ വാഹനം തിരികെ പോയത് ഏറെ വിവാദമായിരുന്നു. നിരവധി തവണ മെഡിക്കൽ കോളേജ് അധികൃതരെ നിർമ്മാണ കമ്പനി നോട്ടീസ് നൽകി കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നിർമ്മാണ കമ്പനിയുമായുള്ള കരാർ അവസാനിക്കുകയാണ്. ഇതോടെ 2 കോടി രൂപ മുടക്കി നിർമ്മിച്ച പ്ലാന്റ് ഉപയോഗശൂന്യമാകും. ജില്ലയിൽ വീണ്ടും കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ ഓക്സിജന്റെ ആവശ്യം ഏറ്റവും പ്രധാനമാണ്. നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡില്ലാത്തതിനാൽ പ്ലാന്റും പദ്ധതിയും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. 2 വർഷം മുമ്പ് ഓക്സിജൻ പ്ലാന്റിനുള്ള ഒരു 2 കോടി രൂപ മുടക്കി കരാർ കൊടുത്ത് ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചാണ് ഈ കാണുന്നത്. പക്ഷേ ദുഃഖകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഓക്സിജൻ പ്ലാന്റിനകത്തേക്ക് വരാനുള്ള വണ്ടി വരാനുള്ള റോഡ് പോലും നിർമ്മിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചില്ല. അടുത്ത മാസമാകുമ്പോൾ ഈ കരാറുകാരുടെ 2 വർഷത്തെ ഉത്തരവാദിത്വം തീർന്നു. അവർ 15 ദിവസം കൂടുമ്പോൾ അവരിവിടെ നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കാലാവധി തീരുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് റോഡ് പണിയണം, ഞങ്ങളുടെ ഓക്സിജൻ പ്ലാന്റ് കൊണ്ട് നിറയ്ക്കാൻ ഞങ്ങളുടെ കരാർ പ്രകാരം ഞങ്ങൾ തയ്യാറാണെന്ന്. പക്ഷെ ആർക്കും ഒരു താല്പര്യമില്ല. ഇപ്പോൾ 1 മാസം കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ കരാറ് കാലാവധി തീരുന്നു, അവരുടെ ഉത്തരവാദിത്വം തീർന്നു നിയമപരമായിട്ട്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെയും നമ്മുടെ ആവശ്യകതയും എന്തിനാണോ 2 കോടി രൂപ മുടക്കി നിർമ്മിച്ചേക്കുന്നത് അത് പാഴായി പോകുന്ന ഒരു അവസ്ഥ. ഇപ്പൊ കൊറോണ ആരംഭിച്ചിരിക്കുന്നു, വ്യാപകമാകുന്നു. അപ്പൊ ഓക്സിജൻ ഇത് അത്യാവശ്യമാണ്. നമുക്ക് ഈ മെഡിക്കൽ കോളേജാണ്, ഇത് വളരെ അത്യാവശ്യമാണ്. ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. ഒരു ദുഃഖകരമായ ഒരു മറ്റൊരു സംഭവം എന്താ വെച്ചാൽ ഈ കോമ്പൗണ്ടിലേക്ക്, മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിലേക്ക് മുഴുവനായിട്ടും റോഡ് നിർമ്മിക്കുവാൻ വേണ്ടി കിറ്റ്കോയ്ക്ക് 17 കോടി രൂപയുടെ കരാർ കൊടുത്തിട്ട് 2 വർഷമായി. ഒരു തിരിഞ്ഞു നോട്ടവുമില്ല, ഇങ്ങോട്ട് വരുന്ന വഴിയില്ല, അടിസ്ഥാനപരമായ സംവിധാനം ഒരുക്കാൻ ആർക്കും താല്പര്യമില്ല. ബന്ധപ്പെട്ട അധികാരികൾക്ക് താല്പര്യമില്ല, ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് താല്പര്യമില്ല. ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്, ഇവിടുത്തെ രോഗികളുടെ ആവശ്യമാണ്. നിലവിലെ കരാർ കമ്പനി ഒഴിവായാൽ പുതുതായി ടെൻഡർ ചെയ്യേണ്ടി വരും. പുതിയ കരാർ ഏറ്റെടുക്കുന്ന കമ്പനി നിലവിൽ പണി പൂർത്തിയായ പ്ലാന്റ് തന്നെ ഉപയോഗിക്കുമോ എന്ന് പറയാനാകില്ല. ഇങ്ങനെ വന്നാൽ 2 കോടി രൂപ മുടക്കി പണിത പ്ലാന്റും അനുബന്ധ സംവിധാനങ്ങളും പ്രയോജനമില്ലാതാകും. ജില്ലാ ഭരണകൂടം ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് തന്നെ വലിയ നഷ്ടമാണ് ഉണ്ടാകുക.